ഇവിടെ ഈ കാണുന്നത് കോടമഞ്ഞല്ല, തായ്വാനിലെ ബിറ്റോവു ഹോട്ട് സ്പ്രിങ്ങിലെ ഗ്രീൻ സൾഫർ നിറഞ്ഞ വെള്ളത്തിൽ നിന്നും ആവി പറക്കുകയാണ്. 450 ഡിഗ്രി സെൽഷ്യസാണ് ഈ ഒരു ഹോട്ട് സ്പ്രിങ്ങിലെ വാട്ടറിൻ്റെ താപനില. ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് പോകുന്നത് തായ്വാനിലെ ബിറ്റോവു ഹോട്ട് സ്പ്രിംഗ് കാണുവാനാണ്. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് 1.5 കിലോമീറ്ററിൽ താഴെ മാത്രമേ ഉള്ളൂ ബിറ്റോവു ഹോട്ട് സ്പ്രിങ്ങിലേക്ക്. അപ്പോൾ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 80 തൊട്ട് 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് ഇവിടെ നാച്ചുറൽ വാട്ടറിനുള്ളത്. ബിറ്റോവു ഹോട്ട് സ്പ്രിങ്ങിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ വെള്ളത്തിന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ജേഡിൻ്റെ ഒരു അംശം ഉള്ളതുകൊണ്ട് ഒരു പച്ച കളറായിരിക്കും. വെള്ളം പോകുന്ന ഭാഗത്തെല്ലാം ഒരു പച്ച കളറായിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ കുറവായിരിക്കും. പക്ഷേ നമ്മൾ മേളിൽ ഹോട്ട് സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കാണുവാണെങ്കിൽ ആവി പറക്കുന്നത് നമുക്ക് കാണാം, സ്റ്റീം പറക്കുന്നത് കാണാം. നമ്മളോട് വരുന്ന ലിഞ്ചോ, നമ്മൾ ബിറ്റോവു ഹോട്ട് സ്പ്രിങ്ങിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവിടുന്ന് വരുന്ന വാട്ടറിൻ്റെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് വാട്ടറിൽ കൈയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ അറിയാം, ഇവിടുന്ന് വരുന്ന വെള്ളം ഡയറക്റ്റ് ഇതിൽ കൂടെ കയറ്റി വിടുവാണ്. അപ്പോൾ ഇതിലെ വന്ന് വേറെ മറ്റ് പൈപ്പിൽ കൂടെ തിരിച്ചിറങ്ങിപ്പോവും. ഇതിൽ കൈമുക്കി കഴിഞ്ഞാൽ നല്ല ചൂട് ടെമ്പറേച്ചറാണ്. ഒരു പൈപ്പിൽ കൂടെ വന്ന് ബാക്കി പൈപ്പിൽ കൂടെ വെള്ളം തിരിച്ചു പോവാണ്. അപ്പോൾ നല്ല ചൂടാണ്. ഒരു വഴുക്കലും ഉണ്ട് വെള്ളത്തിന്. അത് ഇനി ജേഡിൻ്റെയൊക്കെ അംശം കൊണ്ടാണെന്നറിയില്ല. ഇപ്പോൾ കുറച്ചുകൂടി നമ്മൾ വന്നപ്പോൾ മറ്റൊരു വുഡൻ പാലം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ ഇവിടെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഭാഗം നമുക്ക് കാണാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആവി പറക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന് അത്യാവശ്യം ചൂടുണ്ടെന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ബോർഡ് കാണാം, ഈ ഒരു തെർമൽ വാലിയെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും പറയുന്നത് കളറിന് കാരണം സൾഫറാണ്, ഗ്രീൻ സൾഫറാണ്. ഹോട്ട് സ്പ്രിംഗ് ജിയോ തെർമൽ വാലിയുടെ ഏതാണ്ട് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഹോട്ട് സ്പ്രിങ്ങിലെ വാട്ടർ മുമ്പേ വെച്ചതുപോലെ തന്നെ അരുവ് പോലെ ഒഴുകി വരുന്നതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചിലപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ചൂട് കൂടുതൽ കാണുമായിരിക്കും. നമുക്ക് എന്തായാലും ഇതിലൊന്ന് കൈമുക്കി നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സൾഫറും റേഡിയോയും ഗ്രീൻ സൾഫറിൻ്റെയൊക്കെ അംശം ഇതിലുള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പം പേടി തോന്നുമായിരിക്കും, ഇതിൽ കൈമുക്കുന്നത് സേഫാണോ, ഇതിൽ കുളിക്കുന്നതൊക്കെ സേഫാണെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് സേഫാണെന്ന് മാത്രമല്ല, പല അസുഖങ്ങൾക്കും ഇത് നല്ലതാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ദൂര സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം ഹോട്ട് സ്പ്രിങ്ങുകളിലേക്ക് അട്രാക്റ്റായി വരുന്നതും ഇവിടെ വന്ന് വളരെയധികം ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ കുളിക്കുന്നതും ഒക്കെ. ഇതിൻ്റെ ഒരു ഗുണമേന്മ ലോകത്തിന് അറിയാവുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ വളരെ റെയറാണ്, ലോകത്ത് 4 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഹോട്ട് സ്പ്രിങ്ങുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഫേമസ് ആയിട്ടുള്ളത് ജപ്പാനിലെ ഹോട്ട് സ്പ്രിംഗ് ആണ്. അപ്പോൾ ഇതിലെ വെള്ളത്തിന് നല്ല ചൂടുണ്ട്. നമ്മൾ താഴെ ആയിരുന്നപ്പം കുറച്ചുകൂടെ ഒഴുകി വരുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം ഒരു ചൂട് കുറവായിരുന്നു. ഇതിന് താഴത്തെ പോലെ തന്നെ വഴുവഴുക്കലുണ്ട്. ഒപ്പം തന്നെ ചൂട്. ലിഞ്ചോ, ഹൗസ് ചൂട് നല്ല ചൂടാണ്. ഇനി മേളിൽ ചെല്ലുമ്പോൾ പൊള്ളുമെന്നറിയില്ല. ഈ ഒരു പാത്രം ഒരുക്കിയിരിക്കുന്നത് തായ്വാൻ മാപ്പിൻ്റെ അതേ ആകൃതിയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ ഇതിൽ ഹോട്ട് സ്പ്രിങ്ങിലെ വാട്ടറിൻ്റെ ആ ഒരു ചൂട് ഇവിടെ എഴുതിയിട്ടുണ്ട്. 449 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹോട്ട് സ്പ്രിങ്ങിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. 450 ഡിഗ്രിയൊക്കെ വരെയാണ് ഹോട്ട് സ്പ്രിങ്ങിൻ്റെ ഉള്ളിലെ വെള്ളത്തിൻ്റെ ഒരു ചൂട്. അപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാം എന്തുമാത്രം ആവി പറക്കും എന്നുള്ളത്. എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ് ഈ ഹോട്ട് സ്പ്രിങ്ങിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഹോട്ട് സ്പ്രിങ്ങിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരുപാട് പേർക്ക് ഇരിക്കാനും ആ ഒരു ഹോട്ട് സ്പ്രിങ്ങിൻ്റെ അത് എൻജോയ് ചെയ്യാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതാ ആവി പറക്കുകയാണ് സുഹൃത്തുക്കളെ. ചൂടുവെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുമ്പോൾ പോലും ഇത്രയും ചൂട് ഉണ്ടാവില്ല. അതാണ്, 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചാൽ പോലും ഈ ഒരു ചൂടുണ്ടാവില്ല. ഒരു രക്ഷയില്ല, ലോകാത്ഭുതം എന്ന് വേണേൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീമറിൽ ആവി പിടിക്കുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു ജലദോഷമൊക്കെ ഉള്ളവരിവിടെ വന്ന് ഒരു അരമണിക്കൂർ നിന്നാൽ സ്വാഭാവികമായിട്ട് ആ സ്റ്റീം വരുന്ന പൊസിഷൻ നോക്കി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ജലദോഷമൊക്കെ പമ്പ അടക്കും. ഒപ്പം തന്നെ സൾഫേറ്റും എല്ലാം അവിടെ നിന്നുള്ള എല്ലാ ക്രിമികളും ചാവും. വെള്ളം തിളയ്ക്കുകയാണ്, പല സ്ഥലങ്ങളിലും വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസാണ്.
അങ്ങനെ ഒരു രക്ഷയില്ലാത്ത ഒരു ആംബിയൻസ് ആണുള്ളത്. നമ്മളെ അതിശയിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും. ശരിക്കും കണ്ടാൽ പെട്ടെന്ന് നമ്മൾ കണ്ടെത്തുന്ന ഇതൊരു മിസ്റ്റ്, മൂടൽമഞ്ഞ്, കോടയൊക്കെയാണെന്ന് തോന്നും. പക്ഷേ മിസ്റ്റ് നമ്മളിലേക്ക് അടിക്കുമ്പോൾ സാധാരണ നമുക്കുണ്ടാകുന്ന തണുപ്പാണ്. ഇതെന്ന് പറയുന്നത് നല്ലൊരു സ്റ്റീമറിൽ നിന്നുള്ള ആവി പോലെ ചൂട് അടങ്ങിയ ആ ഒരു മിസ്റ്റാണ്. സൾഫർ അസിഡിക് സൾഫേറ്റ് ക്ലോറൈഡാണ് ഇതിനകത്തുള്ളത്. 60 തൊട്ട് 70 ഡിഗ്രി വരെ സെൽഷ്യസ് വരെയാണ് വെള്ളത്തിൻ്റെ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നത്. pH വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എഴുതി വെച്ചേക്കുന്ന പ്രകാരം 1.4 തൊട്ട് 1.6 വരെ. അപ്പോൾ ഒരു അസിഡിക് വാട്ടറാണ് ഇവിടെ വരുന്നത്. നമുക്കിങ്ങനെ ഈ ഹോട്ട് സ്പ്രിങ്ങിനെ ചുറ്റി നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലേക്കിന് ചുറ്റുമായിട്ട് ഇത്തരത്തിൽ നടപ്പാതെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു മരം ഇങ്ങനെ ചാഞ്ഞ് ഹോട്ട് സ്പ്രിങ്ങിലേക്കാണ് നിൽക്കുന്നത്. ഈ മരത്തിൻ്റെ ചില്ല നോക്കിയാലറിയാം, ഇതിൻ്റെ തുമ്പ് കരിഞ്ഞാണ് നിൽക്കുന്നത്. ഇത് മരത്തിൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ്, വെള്ളത്തിൽ വന്നിങ്ങനെ കരിഞ്ഞ് പോഞ്ഞ് നിൽക്കുക എന്നുള്ളത്. ഇവിടെ ശരിക്കും കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ഹോട്ട് സ്പ്രിങ് കാണാൻ സാധിക്കും. ഹോട്ട് സ്പ്രിങ് ലേക്ക് അതിൻ്റെ മറുകരയിലേക്ക് ഇട്ട് വലിയ റൗണ്ട് ഷേപ്പിലുള്ള വലിയൊരു ബിൽഡിങ് നമുക്ക് കാണാം. ഗ്രീൻ സൾഫർ നിറഞ്ഞ വെള്ളത്തിൽ നിന്നും ആവി പറക്കുകയാണ്. തായ്വാനിൽ വരുന്നവർ മസ്റ്റായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രത്യേക സ്പോട്ടാണ് ബിറ്റോവു ഹോട്ട് സ്പ്രിങ്.